السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, വിദ്യ നുകരുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഒരു മികച്ച കരിയറിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേവലം തൊഴിൽ എന്നത് മാത്രമല്ല, തൊഴിലും അടങ്ങുന്ന ഒരു മനോഹരമായൊരു ജീവിതത്തെ നെയ്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊഴിൽ വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം നിർവചിക്കുന്നിടത്ത് കാണാം, വിദ്യ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും ആയുധം മാത്രമേ. വളരെ മനോഹരമായൊരു ഡെഫിനിഷൻ. അങ്ങനെ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പിന്നീട് ഉപജീവനത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികളെ നാലായി തിരിക്കാം. ഒന്ന്, സാധാരണ നമ്മൾ കാണുന്നത് പോലെ +2 വരെ പഠിക്കുന്നു, ഡിഗ്രി വരെ പഠിക്കുന്നു, പിന്നീട് ഉപജീവനത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഒന്നുകിൽ കുടുംബപരമായിട്ടുള്ള പ്രാരാബ്ധമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഖ്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സാമ്പത്തിക സുഖാനുഭൂതി അനുഭവിക്കാനുള്ള പ്രേരണയായിരിക്കാം. ഏതായാലും അവരിൽ തന്നെ മരമേതായാലും പിടിവള്ളി ലഭിച്ചാൽ മതി എന്നൊരു കൂട്ടരെ ഉണ്ടാകും. അവർക്ക് അനേകം തൊഴിലവസരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം, ഇങ്ങനെ +2 വരെ പഠിച്ച് ഡിഗ്രി വരെ പഠിച്ച് എന്തെങ്കിലും ഒരു തൊഴിലിന് നിപുണനാക്കി അവനെ വിദ്യ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവന് ഏതെങ്കിലും ഒരു തൊഴിലിന് യോഗ്യനാണോ എന്നുള്ളതുമാണ്. ബിഗ് സീറോ ആണ് ഇതിന്റെ ഉത്തരം. അത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഒരു മുഖ്യ പ്രശ്നമാണ്. എന്താണ് അതിന്റെ കാരണം? നമ്മൾ തൊഴിലവസരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് സ്കിൽസ് ബേസ്ഡ് ആയിട്ടാണ്. ഒരു കാര്യത്തെ വിശകലനം ചെയ്യാനുള്ള കഴിവ്, ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവ്, പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കഴിവുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ തൊഴിൽ നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ സിലബസ് നിലനിൽക്കുന്നതാകട്ടെ സൈദ്ധാന്തികമായ കുറെ വിവരങ്ങൾ വിതരണം ചെയ്യുന്ന സാമ്പാർ വിളമ്പുന്ന ഒരു ചെമ്പ് മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം മാറുകയാണ്. നമുക്കത് മാറ്റിവെക്കാം. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. +2 കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, പിന്നീട് ഡിജിറ്റൽ സാക്ഷരത കോഴ്സുകളിലേക്ക് തിരിയുന്നു. ഞാൻ എടുത്തു പറയാൻ കാരണം, നിലവിലെ തൊഴിലവസരങ്ങളുടെ അപ്രമാദിത്യം കിടക്കുന്നത് ഡിജിറ്റൽ മേഖലകളിലാണ്. ഡാറ്റ കളക്ഷൻ, പോസ്റ്റർ ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ മാനേജ്മെന്റ്, ഇങ്ങനെ വിവിധ തൊഴിലവസരങ്ങൾ. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഇത്തരം തൊഴിലവസരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്നില്ല, ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കാരണം? ഡിജിറ്റൽ നിരക്ഷരത എന്നുള്ളതാണ്. ഡിജിറ്റൽ നിരക്ഷരത ആധുനിക സാമൂഹിക പ്രശ്നമായി വിരാജിക്കുകയാണ്. അതിനെന്താണ് പരിഹാരം? അതിന്റെ പരിഹാരം കേരള പാഠ്യപദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. പരിഷ്കാരത്തിൽ നമ്മുടെ സിലബസിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറയുന്നുണ്ട്. എങ്കിലും ചില ആശങ്കകൾ ബാക്കിയാകുന്നുണ്ട്. ഒടുവിൽ സൂചിപ്പിക്കാം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതുവരെയായും ഒരു തൊഴിലിന് ഉതകുന്നതായ വിദ്യ ലഭിച്ചിട്ടില്ല. കേവലം അക്ഷരവായനയുടെ വിദ്യാഭ്യാസം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ തൊഴിലിന് പ്രാപ്തമായി അവരെ മാറ്റാൻ വേണ്ടി അവർ പുതിയൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നു. ഇതും ഒരു പ്രശ്നമാണ്. ഇതിന് വിദ്യാഭ്യാസം ഇത്രമേൽ പഠിച്ചുകൊണ്ട് അവർക്ക് ഒരു തൊഴിൽ ലഭ്യമാകാൻ വിധത്തിൽ ഒരു വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു മുഖ്യ സമസ്യയാണ്. നാലാമത്തെ ഒരു വിഭാഗമുണ്ട്. അതൊരു ട്രഡീഷണൽ ശൈലിയാണ്. ഡിഗ്രി, പിന്നെ PG, നെറ്റ്, JRF, PhD അല്ലെങ്കിൽ BBA, MBA അല്ലെങ്കിൽ MBBS, ഇങ്ങനെ ഒരു വിഭാഗം. അതിൽ നമുക്ക് JRFന്റെ പാതയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ JRFും നെറ്റും ലഭിക്കുന്നവർക്ക് ടീച്ചിങ് സ്കോപ്പ് നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണുള്ളത്? റിസർച്ച് സ്കോപ്പാണ്. പക്ഷേ റിസർച്ചിൽ തന്നെ ഇന്ത്യയിൽ 1% ലഭിക്കുന്നത് JRF ഹോളിഡേയ്സിന് മാത്രമാണ്. കേരളത്തിൽ തൊഴിലവസരങ്ങളുടെ സാധ്യതകളും കോഴ്സുകളുടെ സാധ്യതകളും നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിലാണ് ഇന്ന് സുലഭമായി ലഭിക്കുന്നത്.
ഉപരിപഠനങ്ങളുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഗഹനമായൊരു പരീക്ഷണം തന്നെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.